അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കുട്ടികൾ നാളത്തെ തലമുറയാണ്. ദേ മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. ഇപ്പം വില്യം ബേർഡ്സ്വർത്ത് പറഞ്ഞ ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ മീൻസ് അവർ നേഷൻ ആൻഡ് അവർ കൺട്രി ആർ വെരി മച്ച് സീരിയസ് അബൌട്ട് അവർ ചിൽഡ്രൻ ബിക്കോസ് ദേ ആർ ദ ഫ്യൂച്ചർ. അപ്പോൾ അവർ ഫ്യൂച്ചറിൻ്റെ അവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അവർ ഈ കൊച്ചു മനസ്സുകളാണ്. പൂമ്പാറ്റകളെ പോലെ കളിച്ച് നടക്കുന്ന ആ കുട്ടികളുടെ ആ പ്രായത്തിൽ വരുന്ന ആ കുട്ടികൾ കേൾക്കുന്ന ഒരു സെക്ഷുവൽ അബ്യൂസ്, ദാറ്റ് ഈസ് എ ട്രോമ ഇൻ ദെയർ ലൈഫ്. ആ ഒരു ജീവിതത്തിൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ട്രോമയിലോട്ട് പോകുന്നതാണ് ഈ സെക്ഷുവൽ വയലൻസ് കൂടുതലും. അപ്പോൾ അവർ കുട്ടികളെ രക്ഷിക്കണം. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇത്തരം സ്വഭാവമുള്ളവർ ഇപ്പോൾ ഒരു 10-15 കേസ് നടക്കുമ്പോൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പണ്ട് പോക്സോ ആക്ടിന് മുമ്പ് ഈ സാധനം വന്നിട്ടേ ഇല്ല. ബട്ട് നൗ ദ പീപ്പിൾ ഈസ് വിജിലൻറ്റ്. നമ്മൾ നമ്മുടെ കുട്ടികളുടെ ചലനങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ മകൾ എവിടെ പോകുന്നു, എൻ്റെ മകളുടെ മുഖത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്, എൻ്റെ മകൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം ചിരിക്കാത്തത് എന്തുകൊണ്ട്, നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം വി ആർ ഇൻ എ ഫാസ്റ്റസ്റ്റ് വേൾഡ്. നമുക്ക് സമയമില്ല, ടു ബി ഫ്രാങ്ക്. വലിയ വർത്തമാനം പറയുന്ന നമുക്കും സമയമില്ല. വീട്ടുകാരെ നോക്കില്ല, കുട്ടി എവിടെ പോകുന്നു, കുട്ടി ഇപ്പം നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ കാണുന്ന ടീച്ചേഴ്സാണ്. നമ്മൾ രാത്രി ജോലി കഴിഞ്ഞ് ഏത് അമ്മയും അച്ഛനും ജോലിയുള്ള അച്ഛനും അമ്മയും ആണെങ്കിൽ എന്താണ് 8 മണി കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലെത്തുന്നത്. വിത്ത് ഫ്യൂ അവേഴ്സ് ആണ്. പിന്നെ കുട്ടികൾക്ക് ഉള്ളത് പഠിപ്പിച്ചു കൊടുത്ത് രാത്രി കിടത്തുറക്കുകയാണ്. കാരണം രാവിലെ അതിരാവിലെ കഴിഞ്ഞിട്ട് പോകണം, നമുക്കും പോകണം. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെ. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്ത് മാറ്റം ഉണ്ടായെന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ സ്കൂളിലെ ടീച്ചർ ദേ ആർ വിജിലൻറ്റ്. കേരളത്തിലെ അധ്യാപകരെക്കുറിച്ച് സർക്കാർ സ്കൂളിലെ അധ്യാപകരെക്കുറിച്ച് ഒരുപാട് എടുത്ത് പറയേണ്ടത്. കാരണം അവരൊക്കെ വളരെ വിജിലൻ്റാണ്. അവർ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ദിവസവും കാണുന്ന കുട്ടി, ഓട്ടത്തിൽ മിടുക്കിയായിട്ടുള്ളൊരു കുട്ടി, ആ കുട്ടി പെട്ടെന്ന് പിന്നോട്ട് വരുന്നു. പഠിത്തത്തിൽ മിടുക്കിയായിട്ടുള്ള കുട്ടി, ആ കുട്ടി പെട്ടെന്ന് പിന്നോട്ട് വരുന്നു. എല്ലാവരോടും ചിരിച്ച് ഉല്ലസിച്ച് നടക്കുന്ന കുട്ടി പെട്ടെന്ന് സൈലൻ്റ് ആവും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതെല്ലാം പീഡനമാവണമെന്നില്ല. ബട്ട് ദർ ഈസ് സം ഡിഫക്റ്റ് ടു ദ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ശ്രദ്ധ ഉണ്ടായാൽ ഇതിന് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ പീഡനം നടത്തുന്നവർ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടേ പോകാറുള്ളൂ. അതൊരു പൊതു ക്യാരക്ടർ. ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ അനുഭവത്തിൽ വന്ന കാര്യങ്ങളാണ്. അവർ ഭീഷണിപ്പെടുത്തിയിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ഒരു കുട്ടി ഈ സംഭവം വെളി പറയില്ല. ഭീഷണി നിന്നെ കൊല്ലുമെന്നായിരിക്കാം, നിൻ്റെ അച്ഛനെ കൊല്ലുമെന്നായിരിക്കാം, നിൻ്റെ അമ്മയെ കൊല്ലുമെന്നായിരിക്കാം. ആ ഭീഷണികളായിരുന്നു. ആ ഭീഷണിയിലേക്ക് ഈ പിഞ്ചു മനസ്സൊന്നും പെട്ടെന്ന് താങ്ങൂല. അവർക്ക് വലുതെന്ന് അവർ കണ്ട ലോകം അച്ഛനും അമ്മയും രക്ഷിതാക്കളും മാത്രമാണ്. അപ്പോൾ ആ ഒരു പേടിയിൽ അവർ പറയില്ല. പിന്നെ ഇതെപ്പോഴാണ് പറയുന്നത്? ഒന്നുകിൽ ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കൾ, അതിൻ്റെ മാറ്റം ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കൾ, മാറ്റം ശ്രദ്ധിക്കുന്ന അധ്യാപകർ, മാറ്റം ശ്രദ്ധിക്കുന്ന ഒരു റിലേറ്റീവ്, മാറ്റം ശ്രദ്ധിക്കുന്ന ഒരു കൗൺസിലർ. ചിലപ്പോൾ അവരോട് ഇവർ പറയാൻ ബുദ്ധിമുട്ടില്ലാതെ പറയാം. അവർ പറയുന്നത് എന്താണ്? വെളിയിൽ പറയരുതേ, എൻ്റെ അച്ഛനെ കൊന്നുകളയും എന്ന് പേടിച്ച് പറയുന്നവരായിരിക്കും. പക്ഷെ അത് വെളിയിൽ പറയുന്നതാണ് കേസാവുന്നത്. അപ്പോൾ ചിലപ്പോൾ കാലങ്ങൾ കഴിഞ്ഞിരിക്കാം. ചിലരപ്പം തന്നെ പറയും. താങ്ങാൻ പറ്റാത്തൊരു മാനസിക സമ്മർദ്ദം അവർക്ക് വരും. പ്രഷർ, മെൻ്റൽ ഡിപ്രഷൻ വരും അവർക്ക്. ഒരു ട്രോമ, ദേ വിൽ ബി ഫേസിങ് എ വീക്ക് ട്രോമ. അപ്പോൾ പറയുന്നവർ കാണും. അപ്പോൾ ഈ പറയുന്നത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ 10-15 കേസ് നടക്കുമ്പോൾ ഒന്നായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്, ബാക്കി 10 ഇവിടെ കിടക്കുകയാണ്. നമുക്ക് ഓരോ സെഗ്മെൻ്റായിട്ട് നമുക്ക് ഈ ഒരു വിഷയത്തെ തിരിക്കാം. എനിക്ക് ആദ്യം അറിയേണ്ടത്, ഈ ഒരു പോക്സോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നിയമത്തിൻ്റെ അണ്ടറിൽ ഒരു മാസം എത്ര അധികം കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്, എത്ര അധികം കേസുകളാണ് നമുക്ക് വിധി വരുന്നത് എന്നുള്ളത്, എത്ര അധികം കേസുകൾ സാറ് ഒരു മാസം ഡീൽ ചെയ്യുന്നുണ്ടാവും? ഇപ്പോൾ നമ്മുടെ കോടതികളുടെ ഇതനുസരിച്ച് ഒരു മാസം ഒരു 10-ൽ കൂടുതൽ കേസെങ്കിലും ഡിസ്പോസ് ചെയ്യണമെന്നാണ്. നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടിലാണ് ഈ കേരളത്തിൽ, ഇന്ത്യയിൽ മൊത്തമുള്ളത് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടുകളും ആണ് ഭൂരിഭാഗം ഉള്ളത്. പക്ഷേ ആ ട്രയലിൻ്റെ ഒരു ബാഹുല്യം കാരണം മാസം ഏകദേശം ഒരു 10 കേസെങ്കിലും തീരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു 100-150-200 കേസുകൾ മാസം തീരുന്നുണ്ട്. 150ഓളം കേസുകൾ മാസം ഡിസ്പോസ് ആവുന്നുണ്ട്. പക്ഷെ മാസം വരുന്ന ക്രൈമുകളും അത്രയുണ്ട്.